എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കി ഗൗതമോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പിങ്കിയോട് ഗൗതം പറഞ്ഞു, ഇനിയിപ്പം നന്ദയുടെ കാര്യം ഇവിടെ ഒരു സംസാര വിഷയമാക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ പിങ്കി പറഞ്ഞു, അതിന് ഈ കുടുംബത്തിലുള്ളവർ സമ്മതിച്ചിട്ട് വേണ്ടേ. നന്ദ ജീവിച്ചിരിപ്പണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരിന് നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിക്കും. പോരാത്തിന് നന്ദയ്ക്ക് ഒരു കുഞ്ഞും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ അച്ഛൻ ആരാന്നുള്ള ചോദ്യങ്ങളൊക്കെ വരില്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യ. പക്ഷെ ഇവിടെ ആരും അറിയരുത് നിർമ്മലാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ എന്നുള്ള കാര്യം. അത് എത്ര നാള് നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റും ഗൗതം എന്ന് പിങ്കി ചോദിക്കുകയാണ്. പോകുന്നിടത്തോളം പോട്ടെ എന്ന് പറയാണ്. പക്ഷെ ഇതിന്റെ പേരിൽ ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും പിങ്കി ചോദിച്ചു, ഗൗതത്തിന് ഇപ്പോഴും നന്ദേനെ ആരും കുത്തി നോക്കുന്ന ഇഷ്ടമില്ല അല്ലേന്ന് ചോദിക്കുകയാണ്. ഗൗതം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഗൗതം അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് പിങ്കി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയം മോഹിനി ജഗന്നാഥന്റെ പവിത്രയുടെ അരിയിലേക്ക് വരുവാണ്. പിന്നീട് പറഞ്ഞു, നന്ദ ജീവിച്ചിരിപ്പണെന്ന് കരുതിയിട്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല, അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് പറയാണ്. ഈ സമയം ജഗന്നാഥൻ പറഞ്ഞു, അല്ല മോഹിനി, നന്ദ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ ഇവിടെ വന്നല്ലേ കഴിയേണ്ടത്, ഇവിടുത്തെ മരുമോളല്ലേ അവളെന്ന് ചോദിക്കാണ്. പവിത്ര പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാ. അങ്ങനെ വരുവാണെങ്കിൽ പിങ്കി ചേച്ചിയുടെ ഈ അധികാര അവകാശമൊക്കെ അങ്ങോട്ട് പോകുന്നു പറയണം. മോഹിനി പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിട്ടായി പറയണേ. അവള് ജീവിച്ചിരുന്ന് നമ്മൾ ഇപ്പോഴല്ലേ അറിയണേ. അവള് ജീവിച്ചിരിപ്പുണ്ടായിട്ട് ഇങ്ങോട്ടേക്ക് വരായിരുന്നതിന്റെ കാരണം എന്താ? അവൾക്കറിയാം അവൾ ഇവിടുന്ന് കൊണ്ടുപോയപ്പോ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു പോയി കഴിഞ്ഞപ്പം. പക്ഷെ തിരികെ വരുമ്പോ അത് ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവളെ ഇങ്ങോട്ട് കയറ്റില്ലെന്ന്. അത് ഉറപ്പുള്ളതുകൊണ്ടല്ലേ അവൾ ഇങ്ങോട്ടേക്ക് വരാത്തെ. ജഗന്നാഥൻ പറഞ്ഞു, അതിനിപ്പം നന്ദേനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ആ ആക്സിഡന്റ് നടന്ന സമയത്ത് അവൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. കുഞ്ഞു മരിച്ചു പോകുന്നൊക്കെ ഓർത്തിട്ടാണ് അവള് കുഞ്ഞിനെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയത് അല്ലല്ലോ എന്ന് പറയണം. ദേ ജഗന്നാഥേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ടോ, വെറുതെ നന്ദേനെ സപ്പോർട്ട് ചെയ്ത് പറയേണ്ട കാര്യമില്ല. അവളാ എല്ലാ പ്രശ്നത്തിനും കാരണം എന്നൊക്കെ പറയണം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം, ഈ കുടുംബത്തിൽ ഇനി വരാൻ പോകുന്ന ഇന്ത്യവരത്തിന്റെ അവകാശം ആരാന്നറിയോ? പവിത്രയുടെ വയറ്റ് വളരുന്ന കുഞ്ഞാണ്. ഇനി പവിത്രയ്ക്കായിരിക്കണം ഇവിടെ അധികാരം ഉണ്ടായിരിക്കണ്ടേ. അതിനിടയ്ക്കേക്ക് ആരും ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞു. ആ നന്ദയെന്ന് പറയുന്നവളെ ഒരിക്കലും ഇങ്ങോട്ട് കയറ്റില്ലെന്ന് പറയണം. പിന്നെ ഈ നന്ദോട്ടിന് ഈ ഇന്ത്യവരത്തിന്റെ ആരുമല്ലല്ലോ, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ട. പവിത്രയുടെ വയറ്റ് വളരുന്ന കുഞ്ഞായിരിക്കണം ഈ കുടുംബത്തിന് ഇനിയിപ്പോ അനന്തരാവകാശി എന്ന് പറയണം. ഇത് കേട്ടപ്പോ പവിത്ര നെഞ്ചത്ത് കൈവെക്കുക. എന്റെ ഭഗവാനെ, ഇല്ലാത്ത കുഞ്ഞിന്റെ പേരിലാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഇനി ഉണ്ടാവാനായിട്ട് പോകുന്നേ. ഇതെങ്ങാനും ഈ കുടുംബത്തിലെല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അന്ന് ആട്ടി പുറത്താക്കുന്നുള്ള കാര്യം പവിത്രയ്ക്ക് മനസ്സിലായി. പിന്നീട് നന്ദൂട്ടന് ഫോണിനകത്ത് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് അരുന്ധതി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ നന്ദൂട്ട എന്തെടുക്കുമെന്ന് നിൽക്കുക? ഒന്നും എടുക്കുമല്ലെന്ന് പറയണം. പിന്നീട് ഗൗരീനെ വിളിക്കുക. ഗൗരീനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അല്ല, നീ ഇത് ആരെ വിളിക്കുന്ന ഫോൺ എടുത്തിട്ട്? അത് പിന്നെ ഞാന് ഗൗരീനെ വിളിക്കുവാന്ന് പറയണം. ഗൗരീനോ? നീ എപ്പോ നോക്കിയാലും എന്തിനാ അവരെ തന്നെ ഇങ്ങനെ വിളിക്കണേന്ന് ചോദിക്കുക. അത് പിന്നെ ഉണ്ടല്ലോ, ഗൗരിക്ക് എന്നെ ഇഷ്ടമാന്ന് പറയണം. എന്റെ ഫ്രണ്ടല്ലേ അവള്, അപ്പൊ അവളെ ഞാൻ വിളിക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ഓഹോ, ഫ്രണ്ടാന്ന് പറഞ്ഞോണ്ട് എപ്പോഴും വിളിക്കണോന്ന് ചോദിക്കും. അതെ, എനിക്ക് ഡോക്ടർ ആന്റീനെയും ഗൗരീനെയും ഭയങ്കര ഇഷ്ടമാ മുത്തശ്ശി എന്ന് പറയണം. അതെ, ഇഷ്ടമൊക്കെ ആയിരിക്കും, പക്ഷെ നീ ഇനി അവരെ വിളിക്കണ്ടെന്ന് പറയാ. നീ ആ ഫോൺ ഇങ്ങോട്ട് താട്ട്, അതിന്റെ പാസ്വേഡ് ഇങ്ങോട്ട് പറഞ്ഞു തരാൻ പറയണേ. എന്തിന്? ആ നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നന്ദൂട്ടൻ പറഞ്ഞു, അത് വേണ്ട മുത്തശ്ശി എന്ന് പറയണം. വേണ്ടെന്നോ? പിന്നെ എപ്പോ നോക്കിയാലും അവന്റെ ഒരു ഗൗരി ഒന്ന് മിണ്ടായിരുന്നോണെന്ന് പറയണം. അപ്പോഴേക്ക് പിങ്കി അങ്ങോട്ടേക്ക് വന്നു. എന്താ കാര്യം ചോദിക്കുക. അല്ല, ഇവൻ എപ്പോ നോക്കിയാലും ആ ഗൗരിനെ വിളിച്ചോണ്ടിരിക്കാനേ സമയമുള്ളൂ. ഞാൻ പറഞ്ഞാണ്ട നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം, ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അപ്പൊ ഇവൻ തരുന്നില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ പിങ്കി ഒന്നും മിണ്ടിയില്ല. അല്ല, എന്റെ പാസ്വേഡ് എന്താ നന്ദൂട്ടാന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞു തരില്ല എന്ന് നന്ദു പറയണം. പിന്നീട് പിങ്കിയോട് ചോദിച്ചു പാസ്വേഡ്. അപ്പൊ പിങ്കി പാസ്വേഡ് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഫോൺ ഓപ്പൺ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, വേണ്ട, അത് ഡിലീറ്റ് ചെയ്ത് കളയണ്ട ആ നമ്പർ. ഇത് കേട്ടപ്പം അരുന്ധതി പറഞ്ഞു, ആദ്യം ഇതിന് ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയൂന്ന് പറയാം. എങ്ങനെയുണ്ട്? പിന്നെ അവൾക്ക് ഇങ്ങോട്ട് വിളിക്കാൻ പറ്റില്ലോ എന്ന് പറയണം എന്നും പറഞ്ഞോണ്ട് അരുന്ധതി ആ ഫോണുമായിട്ട് അങ്ങോട്ട് സ്റ്റെയർ കേസ് കയറുമ്പോഴത്തേനും നന്ദു പുറകെ ചെന്നു. ഇതേ മുത്തശ്ശി വേണ്ട കേട്ടോ, ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറയണം. പിന്നെ ഞാനിത് തരത്തില്ല എന്നും പറഞ്ഞോണ്ട് അരുന്ധതി. അപ്പോഴേക്കാണ് ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കും. പിങ്കി പറഞ്ഞു, ഗൗരിയുടെ നമ്പർ ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞു. അത് നന്ദൂട്ടന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നന്ദൂട്ടൻ ഫോൺ മേടിക്കാനായിട്ട് നിൽക്കുന്നാന്ന് പറയണം. ഈ സമയം ഗൗതം നോക്കിക്കഴിഞ്ഞപ്പോ രണ്ടുപേരും സ്റ്റെയർ കേസിന്റെ അവിടെ നിന്നിട്ട് മലപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കണേ. തരാനും പറഞ്ഞോണ്ട് നന്ദൂട്ടൻ ഇങ്ങനെ സാരിയെ പറയാ ഇങ്ങനെ വലിച്ചെടുക്കാനൊക്കെ നോക്കുന്നുണ്ട് ഫോണ്. അപ്പോഴേക്കും ഗൗതം പറഞ്ഞു, വേണ്ട നന്ദൂട്ട, ആ സ്റ്റെയർ കേസിന്റെ അവിടെ നിന്ന് അഭ്യാസം ഒന്നും വേണ്ട, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണം. പക്ഷെ അതൊന്നും കേട്ടില്ല.
അരുന്ധതി അവസാനം ദേ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ചങ്ങോട്ട് തള്ളുവാണ്. തള്ളുമ്പത്തേനും അവൻ എന്ത് ചെയ്യണം, എടുത്തടിച്ച് താഴേക്ക് വീഴാണ്. ആ സ്റ്റെയർ കേസ് കൊണ്ട് താഴെ വന്ന് കിടന്നു. ഒരു നിമിഷം അരുന്ധതി ഞെട്ടിപ്പോയി. അരുന്ധതിയും പ്രതീക്ഷിച്ചില്ല. നന്ദൂട്ടാന്ന് പറഞ്ഞുകൊണ്ട് പിങ്കിയും ഗൗതമും കൂടെ ഓടി ചെല്ലുവാണ് അങ്ങോട്ടേക്ക്. പിന്നീട് അവനെ കോരിയെടുത്തു. പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിലേക്ക് നന്ദൂട്ടനെ കൂടി ചെല്ലുവാണ്. നേരെ കാഷ്വാലിറ്റിക്ക് കയറി. അപ്പോഴേക്കും ഡോക്ടർ വന്നു. എന്താ എന്താ കാര്യം ചോദിക്കണം. കുഞ്ഞൊന്ന് വീണാന്ന് പറയണം, കാലിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉള്ളതെന്ന് പറയണം. പിന്നെ ഡോക്ടർ പറഞ്ഞ് അവരോട് പറഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ പിങ്കിയെ ഗൗതത്തിനെ പുറത്തേക്ക് വിടുകയാണ്. പുറത്ത് വന്ന് നിന്നിട്ട് പിങ്കി അലമുറയിട്ട് കരയുവാണ്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം പറഞ്ഞു ഒന്ന് സമാധാനപ്പെടാ, അവനൊന്നും ഉണ്ടായിട്ടിരിക്കില്ല, അവനൊരു കുഴപ്പമൊന്നും ഇല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെങ്കിൽ പിങ്കിക്ക് ആ ആശ്വാസവാക്കുകളൊന്നും കേട്ടിട്ട് ഒരു സമാധാനമില്ല. എനിക്കറിയാം അവൻ എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് പറയണം. ഈ സമയം ഗൗതം പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറ, ഓരോ അവസ്ഥകളെ. ഇത് കേട്ട പിങ്കി പറഞ്ഞു ഞാൻ കാരണമാ, ഒരു പക്ഷേങ്കിൽ ആ ഫോണിൽ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയണം. പിന്നീട് അവരെ അങ്ങോട്ട് ഡോക്ടർ വിളിപ്പിക്കുകയാണ്. ഡോക്ടർ വിളിപ്പിച്ചിട്ട് പറഞ്ഞു അതെ കാല് നോക്കി, കാലിന് ചതവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ വയ്യാത്ത കാലല്ലേ, അതോടൊപ്പം തന്നെ നേർവസിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയണം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെ ഇരിക്കട്ടെ, ഒബ്സർവേഷൻ ഇരിക്കട്ടെ, പിന്നെ എല്ലാ തവണയും പറയുന്ന പോലെ കുഴപ്പമില്ലാന്ന് ഈ തവണ ഞാൻ എന്താണെന്നും പറയുന്നില്ല എന്ന് പറയണം. വിദഗ്ധമായിട്ട് ചികിത്സയൊക്കെ ചിലപ്പോൾ വേണ്ടിവരും, സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടതായിട്ട് വരുമെന്ന് പറയണം. കുട്ടിയുടെ ആരോഗ്യനില അത്ര സേഫ് അല്ലെന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോത്തിനും പിങ്കിക്കും പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അവർ വല്ലാത്തൊരവസ്ഥയില്ല. പിങ്കി എന്ന് കരയാനായിട്ട് തുടങ്ങി. അപ്പോഴേ ഡോക്ടർ പറഞ്ഞ് കരയേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് നോക്കാം എന്നൊക്കെ ഡോക്ടർ പറയണം. ഈ സമയം ഇന്ത്യവരത്തിൽ ആകെപ്പാട് ടെൻഷൻ അടിച്ച് ലക്ഷ്മമ്മ നിൽക്കുവാണ്. അപ്പോഴേക്കും മോഹിനി അങ്ങോട്ടേക്ക് വന്നു. മോഹിനി വന്നിട്ട് ചോദിച്ചു എന്താ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് വിളി വല്ലതും വന്നു നിൽക്കും. ഇല്ല, നന്ദോട്ടിന് എന്താ പറ്റിയെന്ന് പോലും അറിയില്ലെന്ന് പറയണം. ഈ സമയം മോഹിനി ചോദിച്ചു അല്ല അരുന്തിയടുത്ത് എന്തെന്ന് ചോദിക്കണം. അരുന്തിയടുത്ത് മുറിയിലുണ്ട്, മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും ഇല്ല. കാരണം ആ നന്ദ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. നന്ദ ജീവിച്ചിരിപ്പണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയി തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അവളെ ശപിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമെന്ന് പറയാണ്. ആ സമയം മോഹിനി പറഞ്ഞു ഒരു കണക്കിന് ശരിയാ, അവള് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് പറയാണ്. ആ സമയം ഗൗരി ഫോണിലേക്ക് വിളിച്ചോണ്ടിരിക്കുകയാണ്. നന്ദിനി ഫോണിലേക്ക് വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഫോൺ എടുക്കാതെയാണ് പിങ്കി ഓടിപ്പോയത്. ഇവൾ ആ ഗൗരിയാണല്ലോ, ഇവൾ എന്തിനാ വിളിച്ചോണ്ടിരിക്കണേ, ഇവൾക്ക് വേറൊരു പണിയില്ലെന്ന് ചോദിക്കുകയാണ്. കോൾ എടുക്കണ്ടെന്ന് മോഹിനി പറയാണ് ലക്ഷ്മിയോട്. ലക്ഷ്മി കോൾ എടുത്തില്ല. പിന്നീട് വീണ്ടും ഗൗരി വിളിക്കുകയാണ്. ഗൗരി ഓർത്ത് നന്ദു എന്താ കോൾ എടുക്കാത്തെ, കോൾ എടുക്കേണ്ട ആളെന്ന് ഓർത്തുകൊണ്ട് വീണ്ടും വിളിക്കുകയാണ്. അപ്പോഴേക്കും മോഹിനി പറഞ്ഞു അതെ എടുത്തി ആ കോൾ എടുത്ത് രണ്ട് വർത്താനം അങ്ങ് പറയാണ്. എന്നെ കൂടെ പറ്റില്ല മോഹിനി എന്ന് പറയാ. അന്ന് ഇങ്ങോട്ട് താട്ടെ ഞാൻ പറയാന്ന് പറഞ്ഞ ഫോൺ അങ്ങോട്ട് വാങ്ങി കോൾ എടുത്തു. എന്താടി നിനക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കുകയാണ്. നന്ദു ഇല്ലേന്ന് ചോദിക്കുകയാണ്. നന്ദുവിന് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയണം മോഹിനി. അതെ നന്ദു അല്ലേ പറയണ്ടേ, ഇതാരാ കോൾ എടുത്തിരിക്കുന്നേ, ഭദ്രകാളിയാന്ന് പറയണേ. ഭദ്രകാളിയോ അതാരാ, അതൊക്കെയുണ്ട്, മേലാൽ ഈ ഫോണിലേക്ക് വിളിച്ചേക്കരുതെന്ന് പറയണം. നിനക്ക് വേറൊരു പണിയില്ലേന്ന് ചോദിക്കുക ഗൗരിയോട്. ഗൗരി പറഞ്ഞു എനിക്ക് വേറെ പണിയുണ്ടല്ലോ, ഹോംവർക്ക് ചെയ്യണം, സ്കൂളിൽ പോകണം, എന്തൊക്കെ പണികളുണ്ട്. എന്നാ നീ ആ പണികളൊക്കെ ചെയ്ത് അവിടെ ഇരുന്നാ മതിയെന്ന് മോഹിനി പറയണം. ഇത് കേട്ടപ്പോ ഗൗരി ആലോചിച്ചു ഇതെന്ത് പറ്റി ഇങ്ങനെയെന്നൊക്കെ. അപ്പോഴേക്കും നന്ദ അങ്ങോട്ട് വരുവാണ്. ആരാ ഗൗരി മോളെന്ന് ചോദിക്കണം. നന്ദുവിനെ വിളിച്ചാ വേറെ ആരോ കോൾ എടുത്തിരിക്കുന്നു പറഞ്ഞോണ്ട് നിൽക്കുവാണ്. ആ ഫോൺ ഇങ്ങോട്ട് ആരാൻ പറഞ്ഞ് നന്ദ ഫോൺ മേടിച്ചു. അപ്പോഴേക്കും മോഹിനി അവിടെ നിന്ന് പറയാം എടി മര്യാദയ്ക്ക് ഇരുന്നതിലും ഉണ്ടല്ലോ, നിന്റെ ചെവിക്കകത്ത് നീയം കലക്കി ഒഴിക്കും, ഞാനും കൂടെ വന്നാണ്ടല്ലോ നിന്നെ ഞാൻ മുളക് പൊടിക്കും മറിഞ്ഞിട്ട് നിന്നെ മുളക് പൊടി തേച്ച് വിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂക്ഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. കൊച്ചു കുഞ്ഞിനോടാന്ന് ഓർക്കണം. പക്ഷെ ഫോൺ മേടിച്ച നന്ദ ഇത് കേട്ടത്. പിന്നീട് പറഞ്ഞ് മോഹിനി ആരാ നിനക്ക് അറിയത്തില്ല എന്നൊക്കെ പറയണം. നന്ദയ്ക്ക് മനസ്സിലായി മോഹിനി ചെറിയമ്മയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അവസാനം ദേഷ്യപ്പെട്ട് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യുവാണ്. നന്ദയോർത്ത് ഓഹോ അപ്പൊ അവരുടെ ഇതുവരായിട്ടും തീർന്നില്ല, താൻ ജീവിച്ചിരിപ്പണമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പത്തിന് അവർക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല എന്നൊരു ചിന്തയൊക്കെ നന്ദയുടെ മനസ്സിലേക്ക് വരുവാണ്. ആ സമയം നന്ദൂട്ടനെ ഡോക്ടർ വീണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കാൻ 2-3 ഡോക്ടേഴ്സൊക്കെ വന്നു. അങ്ങനെ അവർ കാലെ പിടിച്ചിങ്ങനെ തൊട്ട് നോക്കി പരിശോധിക്കുന്ന സമയത്ത് നന്ദു പറഞ്ഞു അതെ എനിക്ക് വേദന എടുക്കുവാന്ന് പറയണം. വേദന എടുക്കുന്നുണ്ടോ? അതെ എനിക്ക് നല്ല വേദന എടുക്കുവാന്ന് പറയണം. അയ്യോ ഡോക്ടർ ആൻറ്റി എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് നന്ദൂട്ടൻ കിടന്ന് കരയുവാണ്. ആ സമയത്ത് ഡോക്ടർ ചോദിച്ചു ഇതാരാ ഈ ഡോക്ടർ ആൻറ്റി എന്ന് ഗൗതത്തിനോട് പിങ്കിയോടും കൂടി ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം പറഞ്ഞു അത് പിന്നെ ഇവനെ നേരത്തെ ചികിത്സിച്ച ഡോക്ടറാന്ന് പറയണം. ആണോ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് കുറെ കാര്യങ്ങളും കൂടി അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനതെല്ലാം മറുപടി പറയണം. അവൻ്റെ ഡോക്ടർ ആൻറ്റി ചെയ്ത കാര്യങ്ങൾ, ശാന്തിപുരത്ത് പോയ കാര്യങ്ങൾ, അവിടെ കൊണ്ടുപോയി ചികിത്സിച്ച കാര്യങ്ങൾ, ഗൗരിമോളെ കുറിച്ച് എല്ലാം അവനിങ്ങനെ വള്ളി പുള്ളി വിടാതെ പറയുകയാണ്. പിന്നീട് ശരിയെന്ന് പറയാൻ ഡോക്ടർ പിന്നെ പിങ്കിനെയും ഗോത്തിനെയും കൂടെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്.
അതിനുശേഷം മെയിൻ ഡോക്ടർ പറഞ്ഞു, അതെ ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത്, അവന് വിദഗ്ധ ചികിത്സ വേണ്ടി വരും. അവനിപ്പം കാലിന് മാത്രമല്ല മനസ്സിനും പ്രശ്നമുണ്ടെന്ന് പറയണം. ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന് പറയാം. പെട്ടെന്ന് ഗൗതം ചോദിച്ചു, എന്താ ഡോക്ടറെ കാര്യം എന്താന്ന് ചോദിക്കണം. അത് പിന്നെ അവന് കാല് ഭേദമാകണമെങ്കിൽ ആദ്യം അവന്റെ മനസ്സാ നേരെയാക്കണ്ടെന്ന് പറയണം. മനസ്സോ? അതെ, അവന് കാലിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞല്ലോ, പക്ഷെങ്കിൽ അവന്റെ മൈൻഡും കൂടി ഓക്കെ ആണെങ്കിൽ മാത്രമേ അവന്റെ കാല് നേരെയാവുള്ളൂ. ഞങ്ങൾ ആരും തൊട്ടിട്ട് കാര്യമില്ല. ഇപ്പൊ ഞങ്ങൾ തൊട്ട് കഴിഞ്ഞപ്പോ കണ്ടോ, ഒന്ന് പരിശോധിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അവൻ വേദനയാന്ന് പറഞ്ഞ് കിടന്ന് കരയുക. ഒരുപക്ഷെ അവന്റെ ഡോക്ടർ ആന്റി വരുവാണെങ്കിൽ അവൻ ഈ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല എന്ന് പറയണം. അവന്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, അവന്റെ ഡോക്ടർ ആന്റി ചികിത്സിച്ചാൽ മാത്രം അവൻ രോഗം ഭേദമാകുള്ളെന്ന്. അങ്ങനെ വിശ്വാസമുള്ളിടത്തോളം കാലം നമ്മളൊന്നും ചികിത്സിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് പറയണേ. എത്രയും പെട്ടെന്ന് ആ ഡോക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു, അത് പറ്റില്ല ഡോക്ടർ എന്ന് പറയണം. അതെന്താ പറ്റില്ലാത്ത? നിങ്ങളുടെ മോനല്ലേ ഇതെന്ന് ചോദിക്കും. അത് ശരിയാ ഡോക്ടർ, എന്നാലും ഗൗതം നിങ്ങൾ ഒരു കാര്യം നോക്കണം, നിങ്ങളുടെ സ്വന്തം മോനാണിത്. നിങ്ങൾക്ക് സ്വന്തം മോന് വേണ്ടി റിസ്ക് എടുക്കാൻ പറ്റില്ലേ? ഒരു ഡോക്ടറെ കൊണ്ടുവരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പമിരിക്കണേ? ആ ഡോക്ടർ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇവന്റെ അവസരം മാറും നീ വിശ്വസിക്കുന്നുണ്ട്. ഇവന് എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാലും എന്തെങ്കിലും റിസ്ക് എടുത്ത് ആ ഡോക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ മതിയാവുള്ളൂ പറയാം. പക്ഷെ പിങ്കിയും ഗൗതം സമ്മതിച്ചില്ല. അവസാനം ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് ചെയ്തോ. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാനിപ്പോൾ പറഞ്ഞോളൂ, ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ടാണെങ്കിൽ വലിയ അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നേ. ഒരു പക്ഷെ നിങ്ങളുടെ കുഞ്ഞിനെ പോലെ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പിങ്കിയും ഗൗതവും കൂടെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.